ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മിക്കവാറും എല്ലാവർക്കും അബദ്ധം പറ്റുന്നതായിരിക്കും. എന്തുവാണ്, ഇസ്തിരിയിട്ട് അയൺ ചെയ്യുമ്പോഴത്തേക്ക് അത് ഉരുകി പോവുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കീറിപ്പോവുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ അതിനെ ഒരു പേച്ച് വർക്കായിട്ട് ചെയ്തെടുത്താലോ? അതെങ്ങനെയെന്ന് നോക്കാം. ബായ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ചുമന്ന പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബൈ. അപ്പോൾ നമുക്ക് ഇതിലൊരു ഒരു പടം വരച്ച് കൊടുക്കാം. നമുക്കൊരു ഹാർട്ടിൻ്റെ ഒരു ഹാർട്ടിന് ഡിസൈൻ വരച്ച് കൊടുത്തത് ആ ഹോളിന് കണക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ, കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ദിവസമായ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം കളർ കണക്കിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ജസ്റ്റ് ഒട്ടിച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ പതുക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ശേഷം എന്ത് ചെയ്യുക, ശേഷം ബാലൻസുള്ള ക്ലോത്ത് ഒന്നിൽ കട്ട് ചെയ്ത് കളയാം. ക്ലോത്തിൻ്റെ അടിവശത്താണ് ഈ ക്ലോത്ത് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് അടിയിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഈ ടോയിനും കൂടെ വെച്ച് ചെയ്യുന്നുണ്ട്. ടോയിൻ ഇല്ലാതെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അതായത് സ്പീഡ് അതിൻ്റെ വീതി കൂട്ടി വെച്ച ശേഷം നമുക്ക് സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമല്ലോ, അതുപോലെ നല്ല വീതിക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ടോയിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തിയ ശേഷമാണ് ഈ നൂലിന് അപ്പുറവും ഇപ്പുറമായിട്ട് സ്റ്റിച്ചിട്ട് എടുക്കുന്നത്. അത് ഔട്ട്ലൈനായിട്ട് അതിന് ചുറ്റിനും എന്ത് ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ അപ്പുറവും ഇപ്പുറവും കണ്ടോ, അതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളത്, അതിനുശേഷം ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ കണ്ടോ, അത് അതിൻ്റെ ഷേപ്പിന് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പുറവും ഇപ്പുറവും സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നു. ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് പാടായിരിക്കും. പിന്നെ നിങ്ങളുടെ കൈ സൂക്ഷിക്കുക, കാരണം ഇങ്ങനെ നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നീഡിൽ അകത്ത് കയറരുത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് ആ ത്രെഡ് ടോയിൻ എന്ത് ചെയ്യുക, താത്ത് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് വേണം, കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഷേപ്പിന് വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്ക് എത്ര കനം കുറഞ്ഞ നൂലായാലും നമുക്ക് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അപ്പുറവും ഇപ്പുറമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ വെള്ള നൂല് കാണാതെ റെഡ് മാത്രമേ അതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബാലൻസ് ഭാഗവും അതുപോലെ തന്നെ ആ ഷേപ്പിന് വെച്ച ശേഷം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് സൂക്ഷിക്കണം, ആദ്യമായിട്ട് ചെയ്യുന്നവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് എളുപ്പത്തിന് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കണ്ടോ, നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേറെ ആ ഡ്രസ്സിൽ വേറെ ഒരു കുഴപ്പവും കാണില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് തുന്നിപ്പോയതോ അല്ലെങ്കിൽ ഇങ്ങനെ അയൺ ചെയ്തപ്പം പറ്റിപ്പോയതോ ആവാം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പാച്ച് വർക്കിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയായിട്ട് 2-3 ഇതുപോലത്തെ ഡിസൈനും കൂടെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ വന്നിട്ട് ബാലൻസ് ഉള്ള ടോയിന് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെയും കൂടെ ഒന്ന് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള വർക്ക്. അപ്പോൾ നമുക്ക് നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ വീതി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഭാഗം പറഞ്ഞില്ല, അത് ഈ ഭാഗത്തിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അപ്പോഴും കാണിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചത്. അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പാച്ച് വർക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ കീറലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുത്തെ ഈ ബാലൻസ് ഭാഗം ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. കുറച്ചുകൂടി ചെറിയ കത്രിക ഉണ്ടായിരുന്നു, അതായത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു തന്നെ. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും വിഷയമില്ല. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.